നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. 24,000 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 14,000 രൂപ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. 14,062 നിങ്ങൾ GST അമ്മയാറിന് ടാക്സ് ഒക്കെ ചേർക്കുവാണെങ്കിൽ 550 രൂപ പൂര അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 14,500 കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. 32 ക്യാരക്ടർ അതിൻ്റെ പുറകെ തന്നെ ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 12,890 ഇരിക്കുന്നു. അതിൻ്റെ ടാപ്സ് ഒക്കെ ഇടുവാണെങ്കിൽ 13,250 അകത്ത് വരും. അല്ലെങ്കിൽ അത് കുറച്ച് മുകളിൽ തന്നെ ഇരിക്കും. 18 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 11,000 രൂപയെ എങ്ങനെയാണ് തൊടാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇളി വന്നിട്ട് 2,54,000 പെർ kg. താൻ പോകുവാണെങ്കിൽ 20,000 രൂപ കുറച്ചിട്ട് കിട്ടും. ഇത് കാരണം ഗോൾഡിൻ്റെ റാലി കണ്ടിന്യൂ ആകും. 4,500 താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. 4,800 എന്ന് പറയുന്നത് ഗവൺമെൻറ് സാക്സിൻ്റെ ടാർഗറ്റാണ്. പോലെ കണ്ടിന്യൂ ആകുവാണെങ്കിൽ മാർച്ചിൽ തന്നെ അത് റീച്ച് ആകും. ഗോൾഡ്മാൻ സാക്സിന്റെ ടാർഗറ്റ് റീച്ച് ആകുവാണെങ്കിൽ അടുത്ത ടാർഗറ്റ് വന്നിട്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെതാണ്. ഇന്ത്യൻ ക്രോസ് ആയെങ്കിൽ TRD ടാർഗറ്റ് എന്നിട്ട് ഒരു $10,000 ഒരു ഔൺസ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് 2029 ടാർഗറ്റാണ്. ഇത് വന്നിട്ട് വാട്ട് ലുക്സ് ടു ബി വെരി ഷുവർ ഈസ് 15 ന്യൂ ഇയറിൽ ഹാപ്പി ന്യൂ ഇയർ ഇത് പറയണ സമയം ഈസ്റ്റ് 24 ക്യാരക്ടർ 15,000 കഴിഞ്ഞു പോവും. ഇതെന്ന് വെച്ചാൽ ഇനി ഒരു 500 രൂപ തന്നെയല്ലോ. എല്ലാ കറൻസിയും ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് കയറുന്നു. ഓസ്ട്രേലിയൻ കറൻസി റെക്കോർഡ് ഹൈ ആണ്. ചൈനയുടെ മുകളിൽ ടാരിഫ് ഇട്ടിരുന്നാലും ചൈനയുടെ കറൻസി വളരെ സ്ട്രോങ് ആയി 7 ക്രോസ് ചെയ്തു. ഇപ്പോൾ ഡോളർ വീക്ക് എന്നത് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു വെച്ചാൽ ഡോളർ സ്ട്രെങ്തൻ ആകുന്നു എന്ന് പറയും. എന്തെന്ന് പറഞ്ഞാൽ രൂപ വന്നിട്ട് അതിപാതാളത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ $10 ബില്യൺ വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കൂടെ 89, 80, 85 തന്നെ ഇരിക്കുന്നു. ഈ 85 ഇരിക്കുന്നതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ വന്നിട്ട് ഈ ഡോളർ വിൽക്കുന്നു എന്ന കാരണത്താലാണ്. അവർ വിൽക്കുന്നത് നിർത്തിയെങ്കിൽ 90, 91 എന്ന് തിരികെ പോകും. ആർട്ടിക്കിൾ നോക്കി ഒരുപാട് പേർക്ക് ദേഷ്യമാണ്. വന്നിട്ട് ഹോംവർക്ക് പറയുന്നു എന്ന്, ഞാൻ സത്യത്തിന് പുറമായിട്ട് സംസാരിക്കുന്നു എന്ന്. മല്ലിയച്ചനെ ഇതുപോലത്തെ എക്കണോമിക് കൗൺസിൽ ചേരുമെന്ന് ഞാൻ പറഞ്ഞില്ല. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ വന്നത് സത്യമാണ്. ആ സ്ക്രീൻഷോട്ട് അന്ന് ഇട്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇന്നും ഞാൻ അതിനെ ഇടാൻ പറയാം. ആളെ ലിങ്ക് വയ്ക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിനാണ് വിഷമിക്കണം? എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. ആരെങ്കിലും വന്നിട്ട് 13,000 രൂപയ്ക്കുള്ള ഗോൾഡിനെ 8,000 രൂപയ്ക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ? ആരും വാങ്ങത്തില്ല. ആര്യ എന്തെന്ന് വെച്ചാൽ ഓർ ചെയ്ത് വയ്ക്കണം. അങ്ങനെ ഒരു ഐഡിയ തന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ RBI റിസോഴ്സ് എടുത്തതും സത്യമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡിമോണിറ്ററൈസേഷൻ ചെയ്തതും സത്യമാണ്. ഇത് ചെയ്യുമോ ചെയ്യത്തില്ലയോ എന്ന് അവരെ തന്നെ പറയണം. ഇത് കാരണം കെയർഫുള്ളായിരിക്കുന്നത് വളരെ ബെറ്ററാണ്. റൂമറല്ല. മിനിസ്റ്ററിനെ എക്കണോമിക് കൗൺസിലിൽ ഇരിക്കുന്നവരെ ഇതുപോലെ എഴുതണ കാരണം നമ്മളിതിൽ സംസാരിക്കുന്നു. ഇങ്ങനെ വേറെ ആരെങ്കിലും എഴുതിയാൽ നമ്മളിതിൽ സംസാരിക്കാനൊന്നുമില്ല. മാത്രമല്ല അവർ കോട്ടക് മഹേന്ദ്രയുടെ AMCക്ക് അവർ ഹെഡായിട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കോട്ടക് മഹേന്ദ്ര എന്താകുമെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഗോൾഡ് ഫൈനാൻസ് കമ്പനിയൊക്കെ ഗില്ലി പോലെ കയറിയിരിക്കുന്നു. വർഷത്തിൽ 110 രൂപയ്ക്ക് അടുത്ത് എവിടെയും നോക്കിയായിരുന്നു. അപ്പുറം ഇപ്പോൾ 315, 320 അടുത്താണ് ഇരിക്കുന്നത്. IIFL ഏറിയിരിക്കുന്നു. അതേസമയം മുത്തൂട്ടം കയറിയിരിക്കുന്നു. നമ്മളൊക്കെ സന്തോഷിക്കാം. ഇതിൽ 5 വർഷത്തിൻ്റെ ശേഷം ITCയിൽ ഷെയറിൽ ആനുവൽ ലോസ് ആയിരിക്കുന്നു. അതായത് ജനുവരി 1 400 രൂപ ഇരുന്നെങ്കിൽ ഇന്ന് 355 രൂപ ഇരിക്കും എന്ന് വച്ചിരിക്കാം. വില എന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ നോക്കാം. വലിയ മൈനർ ലോസ് ഇരിക്കുന്നു. ലോങ് ടേമിൽ ഇതിലൊന്നും പ്രോബ്ലം ഒന്നുമില്ല. ടാക്സ് ഇടുമോ എന്നൊരു പേടിയിലാണ് ഇരിക്കുന്നത്. ടാക്സ് ഇടുമോ എന്നൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂട്ടർ എടുത്തിട്ട് സൈഡിൽ പോകുന്നതാണ് കൊള്ളാം. എത്രയും പേരാണ് ഈ കടയിൽ ദം അടിക്കുന്നു എന്ന് നോക്കിക്കോ. ടാക്സ് ഇട്ടാൽ എന്താകുമെന്ന് വെച്ചാൽ ചൈനയുടെ ദം കൂടുതൽ വിൽക്കും. ഇതിൻ്റെ ഇത് കുറയും. പിന്നെ ഇത് കാരണം ഗവൺമെൻറ്റിന് ഇൻകം കുറയും. സെയിൽസ് ഓവറാളായിട്ട് ഫ്ലാറ്റായിരുന്നാലും പറഞ്ഞത് റിമോട്ട് പോലെ ഇവർക്ക് ഇരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ അവരുടെ ബിസിനസ് കയറിക്കൊണ്ടേ ഇരിക്കുന്നു. അത് ഇറങ്ങുന്ന സമയം നിങ്ങൾ കൺസിഡർ ചെയ്യാം. TCS എന്ത് പറയുന്നു എന്നാൽ ജനുവരി 12-ാം തീയതി തന്നെ നിങ്ങൾ റിസൾട്ട് അനൗൺസ് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെട്ടതിന് ഒരു ഡിവിഡൻഡ് തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഡിവിഡൻഡ് നമുക്കും വരും. 72% ഡിവിഡൻഡ് വന്നിട്ട് 12,000 ട്രസ്റ്റിന് പോകും. ഞാൻ തിരികെ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ട്രസ്റ്റിന് പോകാതെ ടാറ്റ മോട്ടോഴ്സ് സൺസിന് പോകും. ടാറ്റ സൺസിലിരുന്ന് ഡിവിഡൻഡ് ട്രസ്റ്റിന് പോകും. ഇത് തന്നെ ഞാൻ പറഞ്ഞു. കൂടി ലാഭം സമ്പാദിച്ച് 8,000 കോടി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഒരു 2,000 പോക മീതി 6,000 കോടി വന്നിട്ട്
ന്യൂവൽ ടാറ്റയുടെ ട്രസ്റ്റിൽ പോകും. ടാറ്റ സൺസ് ഒരു വർഷത്തിൽ 25,000 കോടി വരാൻ ചാൻസ് ഇരിക്കുന്നു ആക്റ്റായിട്ട്. അത് തന്നെ ഇവരെ ക്രൗൺ ജ്വൽ എന്ന് പറയും. ഇത് കാരണം തന്നെ ഇവർക്ക് ആ മറ്റേ ബിസിനസ്സൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഐഷർ മോട്ടാർസിൽ റിസൾട്ട് വളരെ നന്നായിരിക്കുന്നു, പക്ഷേ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഇത് മുമ്പേ ചോദിച്ച ചോദ്യം തന്നെ, വാല്യൂ ഗ്രേറ്റ് ട്രെൻഡ് നിങ്ങൾ നോക്കിക്കണം. ഇന്നും ട്രെൻഡ് നല്ല കമ്പനി തന്നെ നന്നാ തന്നെ ചെയ്യുന്നു, പക്ഷെ വാല്യൂ കുറഞ്ഞിരിക്കുന്നു. വല്ല ഇതിനും ആകാം, തീർച്ചയായിട്ടും ആകുമോ ആകത്തില്ല എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂല. ഇന്നൊരു ലാസ്റ്റ് മീറ്റിംഗ് കമ്പനി സെപ്റ്റോയാണ്. IPO ആയിട്ട് നിങ്ങളെടുത്ത് നിന്ന് കാശ് എടുത്തുകൊണ്ട് ഓടുന്നു എന്ന് പറയുന്നു. ഇതിലിട്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രോബ്ലം, അവൻ ഡെഫിനറ്റായി ഇടാൻ തന്നെ പോകുന്നു. ഇത് കാരണം നിങ്ങൾ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത് ബെറ്ററാണ്. എക്സ്ചേഞ്ച് ചെയ്ത ഫണ്ട്സ് മാത്രം വളരെ ഇഷ്ടപ്പെട്ട ഇന്ത്യക്ക് അതിൽ വന്നിരിക്കുന്നു. 10 ലക്ഷം കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ മറ്റേ മുക്കാവശ്യ കാശൊക്കെ ETF തന്നെ പോകുന്നു. കയ്യിൽ തന്നെ ഓവർ കോൺസെൻട്രേഷൻ പ്രോബ്ലം വരുന്നു എന്നത് വന്നിട്ട് ഓവർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ആയിട്ട് വരും. ETF പോയ ഒരു വർഷത്തിൽ റിട്ടേൺ തരുന്നില്ല എന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ETF-നെക്കാട്ടിലും മോശമായിട്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ വന്നിട്ട് ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. അത് കാരണം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഇതിന് ശേഷം സാംസങ് വന്നിട്ട് IPO പ്ലാനിനെ ഇന്ത്യയിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കണ്ടക്ടേഴ്സ് ആൻഡ് AI-യിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു, ഇന്നും ഡിസൈഡ് ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. വാൻബക്കിൻകേഴ്സും ചേർന്ന് അയാളിൽ 49% വാങ്ങിയിരിക്കുന്നു. ഇതിന് ചൈനയും ക്ലിയർ ചെയ്തിരിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഓഫീസ് വന്ന് ബാങ്കിൽ നടന്ന പ്രശ്നത്തിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഇത് ബാങ്കിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല, എടുക്കുന്ന സ്റ്റാഫിനെ തന്നെ അഫക്റ്റ് ചെയ്യും. പുതിയ ലെവലിൽ പോയിരിക്കുന്നു. ചെയർമാനും റിസൈൻ ചെയ്യും എന്ന് അറിഞ്ഞിരിക്കുന്നു നമുക്കിപ്പോൾ. ഇത് ഗോൾഡ് വഴിയായി ETF വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഗോൾഡ് പ്രൈസിന്റെ ട്രാക്കിംഗ് എറർ കൂടുതലിരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഇവരെ വില വന്നിട്ട് ഫാസ്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റിയില്ല. ഒക്കെ അത് റിട്ടേണിൽ മൈനർ വേരിയേഷൻസ് ഒക്കെ ഇരിക്കുന്നു. അവിടെ ഇത് കുറവായിട്ടാണ് ഇരിക്കുന്നു എന്ന് പറയുന്നു. ഞാനും ഇതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് ഞാൻ പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, എന്നിട്ട് തന്നെ സെബി പറഞ്ഞാലും നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നു. ഒരു ദിവസം തലയിൽ വെള്ളത്തുണ്ടിട്ടുകൊണ്ട് കരയരുത്. മുമ്പേ നടന്നിരിക്കുന്ന എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇതിൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇരിക്കണം. ഈ വടിവേലു സാർ പറയണത് പോലെ ആപ്പ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കും, നമ്മൾ തന്നെ നോക്കിയിരിക്കണം. ടൊയോറ്റയുടെ ആനുവൽ സെയിൽസ് നവംബർ മാസം കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ചൈനയിൽ വന്നിട്ട് സബ്സിഡി റവന്യൂ 2% കുറഞ്ഞിരിക്കുന്നു സെയിൽ. ഇത് കാരണം ഓവറാൾ സെയിൽസ് കുറഞ്ഞിരിക്കുന്നു. യൂറോപ്പിൽ 2030 രംഗത്ത് എല്ലാ ഇലക്ട്രിക് വെഹിക്കിളിലും ആനന്ദ് ഇട്ട ഡീലിൽ വന്ന് പുറകെ തള്ളിയിപ്പിരിക്കുന്നു. ഇത് ലെഗസി മോട്ടാർസിന് നല്ല കമ്പനിയാണ്. ഓവറാളെ നോക്കിയാൽ നമ്മൾ ഗോൾഡിന് വന്നിട്ട് റീറ്റെയിൽ, അതായത് തങ്കമയിൽ കല്യാൺ കൺസിഡർ ചെയ്തതും മണപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുത്തൂട്ട് കൺസിഡർ ചെയ്തതും നമുക്ക് നല്ല ഒരു ബെനിഫിഷ്യലായിട്ട് ഇരുന്നായിരുന്നു. അതുപോലെ തന്നെ റുപ്പി ഇറങ്ങിയ ഉടനെ നമ്മൾ കൺസിഡർ ചെയ്ത IT സ്റ്റോക്സും ബൗൺസായി. ഇപ്പോൾ ഡിവിഡൻഡ് വരും. ITC കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. നന്ദി, നമസ്കാരം.